ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലതുപോലെ പഴുത്ത ചക്കയും കൊണ്ട് തയ്യാറാക്കി എടുത്തിരിക്കുന്ന ഒരു ചക്കയടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ളൊരു ചക്കയടയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കി എടുക്കണതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ നല്ലതുപോലെ പഴുത്തിട്ടുള്ള കൂഴച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഈ കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ ചുള നമുക്ക് മിക്സിയുടെ ജാറിലോട്ടായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ മുഴുവൻ ചക്കച്ചുളയും മിക്സിയുടെ ജാറിലോട്ടായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടൊന്ന് അടിച്ചും കൂടി എടുക്കാം. ഇപ്പം നമ്മൾ ചക്കച്ചുളയൊക്കെ നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് നിങ്ങൾക്ക് കോരി കാണിച്ചു തരാം കേട്ടോ. കണ്ടാൽ നല്ലതുപോലെയാണ് നമുക്കിതൊന്ന് അരിഞ്ഞ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ഒന്ന് തയ്യാറാക്കി എടുക്കാം. നമ്മുടെ ഈ ചക്കയിടയിലേക്ക് ആവശ്യമായിട്ട് ഞാനൊരു 150 ഗ്രാം ശർക്കരയൊന്ന് ഉരുക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കൊരു അരിപ്പ് ഉപയോഗിച്ചിട്ടൊരു കടായിലോട്ടായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരുന്ന ചക്കപ്പഴം ഇല്ലേ, അത് ഫുള്ളായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ചക്കപ്പഴവും ശർക്കരപ്പാനിയൊക്കെ നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തും കൂടി എടുക്കാം. ഈ ചക്കപ്പഴത്തിലും ശർക്കരപ്പാനിയിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഇല്ലേ, അത് നല്ലതുപോലെ ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കാനുള്ളതാണ്. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടിയിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് കുറച്ച് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1-2 ഏലക്കയുടെ തൊണ്ട് മാറ്റിയിട്ട് ആ കായില്ലേ, അത് മാത്രം ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയായിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഇതൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചക്കയുടെ തയ്യാറാക്കി എടുക്കാൻ ആവശ്യമായിട്ടുള്ള ചക്കപ്പഴം ഇവിടെ നമ്മൾ വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇത് ചൂട് മാറുന്നതിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മുടെ ചക്കയടയ്ക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തുകൾ വറുത്ത് ചേർക്കാം. ഞാൻ സ്റ്റൗവിലൊരു ചീനച്ചട്ടി ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ തേങ്ങാക്കൊത്തുകൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്തെടുക്കാം. ഇനി വറുത്തെടുത്ത തേങ്ങാക്കൊത്തുകളില്ലേ, അത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചക്ക വരട്ടിയതില്ലേ, അതിലോട്ടായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എത്രത്തോളം തേങ്ങയാണ് ആവശ്യമായിട്ടുള്ളത് ആ അളവിൽ തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തിൻ്റെ അളവും തേങ്ങ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ അളവൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയില്ലേ, ആ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഈ ടൈമിൽ തന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കൈ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കാം. ചക്കയുടെ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ വാഴയിലയാണ് എടുത്തിരിക്കുന്നത്. വാഴയില വാട്ടിയെടുത്തിരിക്കുന്നതാണ്. വാഴയിലയിൽ തയ്യാറാക്കി എടുക്കണമെങ്കിലും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇടനയിലയിൽ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ, ഇടനയില കിട്ടാൻ എളുപ്പമുള്ളവരൊക്കെ ആണെങ്കിൽ ഇടനയിലയിൽ തയ്യാറാക്കി എടുക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ളത്രയും മാവ് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മടക്കി കൊടുത്തിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്കയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവും ഈ രീതിയിൽ തന്നെയൊന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ മുഴുവൻ ചക്കയുടെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇഡ്ഡലി തട്ടി വെച്ച് കൊടുത്തിരിക്കുന്നതാണ്. ഇനി ഇതൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ഒരു 20 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചക്കയുടെയൊക്കെ കുക്കായി കിട്ടിയിട്ട് ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇഡ്ഡലി പാത്രത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഒരു ചക്കയുടെ എടുത്തിരിക്കുന്നതാണ്. ഇത് നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. തന്നെയല്ല നല്ലതുപോലെ നമുക്കത് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ. അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യണേ. ഞാനിത് നിങ്ങൾക്ക് ഒന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം കേട്ടോ. നല്ലതുപോലെ നമുക്ക് സോഫ്റ്റായിട്ട് നല്ലോണം കുക്കായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.